ശരിക്കൊരു ഫോർട്രസ് ആയിരുന്നു കേസ്. ഇവിടെ സീൻ തന്നെ. നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണ്. ടോയ്ലറ്റ്സോ? ഇതെന്തോ ഹോട്ടൽ പറ്റിയിരിക്കുന്നു. ഇതാണ് ഗൈസ് ബ്ലാക്ക് ഫോർട്രസ് എന്ന് പറയുന്നത്. ബ്രോ என்னது ப்ரோ இது? ப்ரோ இது வந்து அந்த காலத்தில் சண்டை போடுற இடமா இருந்திருக்கலாம். இல்லை ப்ரோ, இது சேஞ்ச் பண்ணி வச்சுருக்க பாரு. முன்னாடியே எப்படியோ இருந்தது, இப்போது ரொம்ப சேஞ்ச் பண்ணிட்டேன். They changed the place. It used to be a fortress, but they were converted into something else, like a theater. There are lights around, and it's like a stadium or a stage, something like that. ഇതാണ് ബ്ലാക്ക് ഫോർട്രസ്. ഓക്കെ, ആയിക്കോട്ടെ. ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ മേലെ ഇത് ബ്രോ കേട്ടാ വിട മാട്ട പിടിക്കുമ്പോൾ ഓക്കെ சொல்லணும். ഇപ്പോൾ നമ്മളിവിടെ വഴി പിടിച്ച് ക്ലോസ് பண்ணி വെച്ചിരിക്കുന്നത് ഗൈസ്. പണികൾ ക്ലോസ് பண்ணி വെച്ചേക്കുന്നത്, അടച്ചു വെച്ച് ഗൈസ്. മുകളിൽ പോകാൻ പറ്റില്ല ബ്രോ. എനിക്ക് தெரிஞ்சு இங்கே ஏதோ இவெண்ட்ஸுக்கெல்லாம் ரன் பண்ணி கொடுக்கணும். பாரு லைட்ஸ் இருக்குது, பக்காஸ் இந்த ஸ்டேஜ் மாதிரி தான் இருக்கும். ஆனால் ஹிஸ்டாரிக்கல் மூமெண்ட்டை அவங்க சேவ் பண்ணி வைக்கல. இல்லை, അതിനെ മോഡിഫൈ பண்ணி വേറെ ഏതോ മോണമെൻ്റ് ആക്കി വെച്ചിருக்கு. ഗുമരി ബിയർ എന്തോ അവിടെ ബിയറിൻ്റെ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഗുമരി ബിയർ. ഇവിടെ ഓരോ സ്ഥലത്തിന് സ്വന്തമായിട്ട് ബിയറുണ്ട്. ഗുമരി ഓരോ ഇടത്തേക്ക് ഓരോ കിളിക്കുക ബിയർ, ഓരോ ഇടത്തേക്ക് അന്തമാരി ബിയർ. ഓക്കെ ഞങ്ങൾ പുറത്ത് പോകുന്നത്. അവിടെ ചങ്ങലയൊക്കെ ഉണ്ട് സീന. ഹെവി ഹെവി. അവിടെ കുറേ എനിക്കൊന്ന് സെറ്റ് വന്ന് ആൾക്കാർക്ക് താമസിക്കാൻ പറ്റിയ കൊച്ചു കൊച്ചു സെറ്റിൽമെൻറ്റ്സ്, മറ്റേ വീട് പോലെ എന്തൊക്കെയോ ഉണ്ട് ടെമ്പററി ആയിട്ട് നിൽക്കാനായിട്ടുള്ള. അപ്പോൾ ഇതാണ് ഗൈസ് ബ്ലാക്ക് ഫോർട്രസ്. ഗൈസ് ഞങ്ങളിവിടെ ഒരു സ്ഥലത്തുണ്ട്. ഇവിടെ ടി വി ഒക്കെ ഉണ്ട്. ഇവിടെ ടി വി ഫുള്ള് സറൗണ്ടിങ് സൗണ്ട്, ഐ മീൻ സ്പീക്കർ, ക്യാമറ. ഇതാണ് ഇവിടുത്തെ വ്യൂ. ബ്ലാക്ക് ഫോർട്രസ് ടട ബീരങ്കി ടട മല ടട. എത്രയുള്ളൂ ഗൈസ് ഇവിടെ. ഞങ്ങൾ ആക്കി നോക്കട്ടെ. നമ്മൾ ഇതിലേക്ക് നടക്കുകയാണ് ഗൈസ് വഴി കൂടെ. ഇവിടെ ആൾക്കാരൊക്കെ എന്തൊക്കെയൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. തെറിയല്ലോ ആണോ എന്തോ 1957-60 വരെ. എന്തത് പാറ തിന്നേക്കുന്നത്. ഇതൊക്കെ എങ്ങനെ എഴുതി? ഇതൊക്കെ കൊത്തിയോ സീൻ തന്നെ. ഗൈസ് അവിടെ മദർ അർമേനിയ നിൽക്കുന്നു. അർമേനിയയുടെ മാതാവാണ് നിൽക്കുന്നത്. ഇവിടെ നല്ല പൂക്കളൊക്കെ ഉണ്ട് ഗൈസ്. ഗൈസ് ഇത് കണ്ടോ, എന്തോ ഒരു ചെടിയാണ്. കൊള്ളാമല്ലേ, നല്ല രസമുണ്ട്. തേനീച്ച കൊണ്ട് കുത്തു കിട്ടും. അപ്പോൾ തേനീച്ച. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുവാണെങ്കിൽ നല്ല വ്യൂ ആണ്. ഇതൊരു നല്ല വ്യൂ ആണ്. ഇങ്ങനെ നോക്കുവാണെങ്കിൽ നല്ല വ്യൂ ആണ്. ഇപ്പം വലിയ രസമില്ലാത്ത വ്യൂ ആണ്. ഇപ്പം നല്ല വ്യൂ ആണ്. രസമില്ലാത്ത വ്യൂ, നല്ല വ്യൂ. ഇപ്പം നോക്കുകയാണെങ്കിൽ അതൊക്കെ ഗുമരി ടൗണാണെന്ന് തോന്നുന്നു. ആ സാധനം കുറേ സെറ്റിൽമെൻറ്റ് വീടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരാൾ പറക്കുന്നു. കിളികൾ പോകുന്നത് കഴിച്ച കിളികളെ ഞാൻ വിളിക്കാൻ പോവാണ്. കിളികൾ വരുന്നു ഗൈസ്, കിളികൾ പോകുന്നു. കിളികൾ പല വഴിക്ക് ഓടി ഗൈസ്. സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പിൽ കൂടി നമ്മളിങ്ങനെ നടന്ന് പോകണം. നടന്ന് ഞങ്ങൾ മദർമേനടുത്ത് പോവാണ്. ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 1400 രൂപയാണ് യെരവാനിൽ നിന്ന് കുമ്രി റെയിൽവേ സ്റ്റേഷനിൽ വരാൻ. പിന്നെ ഡ്യൂറേഷൻ പറയുകയാണെങ്കിൽ 2.5 മണിക്കൂറിനും 3 മണിക്കൂർ 5 മിനിറ്റിനും ഇടയ്ക്ക് വരും. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഓൺലി ട്രെയിൻ അവൈലബിൾ. യെസ്, അത് വരുന്നവരാരും മറക്കണ്ട. സെവാനിലോട്ട് വെള്ളി ശനി ഞായർ മാത്രമാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. ഇവിടുന്ന് നേരെ അമ്മ അർമേനിയയുടെ അടുത്തോട്ട് പോവുകയാണ്. ബ്രോ നല്ല ആർക്കില്ല. പക്ഷെ അതിന് മുന്നേ നമുക്ക് എന്നതാ ബ്രോ ഇത് കുട്ടിയാപ്പൻ വാ പൊളിക്കുന്ന കൈസ്. എനിക്ക്
ഭയങ്കര പുളി. ഡാൻഡിലിയോൺ എന്താ വരാത്തെ? ഇതിപ്പോൾ ഒരു പരിപാടി ഉണ്ട് കൈസ്, നോക്കിയോ ബ്രോ. ഇത് ബ്രോ ഇപ്പോൾ നമ്മൾ മുകളിലോട്ട് പോകാം. ഓ, അപ്പോൾ ഞാൻ മാറ്റിയിട്ട് അപ്പോൾ ആക്കിയിട്ടുണ്ട് കേട്ടോ, വ്യത്യാസമുണ്ട്. ഉടനെ തന്നെ അത് മാറ്റി വേറെ എന്തെങ്കിലുമൊക്കെ ആക്കുക. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ താറാവുണ്ട്. താറാവ് കുളിച്ചിട്ട് ഉണക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെന്തോ ചെയ്യും, ചെന്ന് പേടിപ്പിക്കും. ഇതാ ഓടാത്തെ ഉറപ്പ്. ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ളൊരു പരിപാടിയിലാണ്. നോക്കട്ടെ ഗൈസ്, കഴിക്കുമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് കഴിക്കും. ഓക്കെ, അപ്പം കാണാം. ഇതാണ് ഗൈസ് ലവാഷ്. ഇതുവരെ നിങ്ങളെ ഈ കാണിക്കാൻ പറ്റില്ല, കേൾക്കുന്നുണ്ടെന്നല്ല. ദിസ് ഈസ് ലവാഷ്, ദിസ് ഈസ് വൺ ലവാഷ്. ഗൈസ് ഞാൻ കഴിച്ചു കഴിഞ്ഞു. ബ്രോ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ പോണ്ട് കാണാം. നോക്കൂ ഗൈസ്, പോണ്ടു. ഇതിനകത്ത് മീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത് പിന്നെ കാണാം. ഗൈസ് ഞങ്ങൾ അവിടുന്ന് ടാക്സി ഇട്ട് നേരെ ഗുംറി സ്ക്വയറിലെത്തി. ഗൈസ് ഇവിടെ ഇന്ത്യൻ സ്റ്റോർ ഉണ്ട് ഗൈസ്. ഇനി ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. ഗൈസ് ഞങ്ങൾ ഗുംറി കറങ്ങി ചുറ്റിക്കഴിഞ്ഞ് ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണമൊക്കെ വന്ന് ഗൈസ് ഞങ്ങളുടെ മുഖത്ത് രണ്ടുപേരുടെ മുഖത്ത് നല്ല തളർച്ചറിയാറുണ്ട്. ഇനിയിപ്പോൾ ഈ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങണം ഗൈസ്. അപ്പോൾ ബൈ. ഇത്രയാണ് ഇപ്പോഴത്തെ വീഡിയോ. എനിക്ക് ഒരു പാർട്ടായിട്ടാണ് രണ്ട് പാർട്ട് ഇടേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഇടുന്നുണ്ട്. അപ്പം ഓക്കെ ഗൈസ്, കാണാം. ബൈ. പാം 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 പാം. ഇതുകൂടാ എനിക്ക് കൂടാ ടക്കരക്കൂട്ടനാണോ നീ? എടാ അവൻ എന്നെ കണ്ടു വന്നല്ലേ. ആ പേർ പെടുക്കുന്ന അവിടെ. ഇതൂടാ ഇതെന്തുവാടി? ഇരിടി അവിടെ. എടി തരാടി. വലിയടി ഇരിയടി തരാടി. അത് കിടന്നു കിടന്നു ഇരിക്കാൻ. തരാം ബ്രോ. ഏതാ കൊടു ബ്രോ. അത് കൊഞ്ചം ചേർക്കാം. എന്തൊരു ഡ്രാമ. അയ്യോ ഇവിടെ ഭയങ്കര പ്രശ്നം. ഇതിന് തരാടി. അയ്യോ എല്ലാം തള്ളിയിടുന്നു. അയ്യോ ഇവിടെ ഭയങ്കര ഡ്രമാറ്റിക് പ്രശ്നങ്ങൾ നടക്കുവാണ്. ഇവിടെ തറയിൽ കിടന്ന് നിരങ്ങുന്നു. പുഴു ഡാൻസ് കളിക്കുന്നു. അവിടെ കിടന്നു കേട്ടോ. ഓക്കെ 3, 2, 1 ഗോ. ആ തിന്നോ പോയി തിന്നോ. അങ്ങനെ തന്നെ. ഇത് നന്മയുള്ള ലോകം. ഇത് നന്മ വാങ്ങുന്ന ലോകം. ഇത് ലവാഷ് തിന്നുന്ന പട്ടി.